മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ നികുതി വെട്ടിപ്പ് അന്വേഷിക്കുന്നതിൽ GST ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി പ്രത്യേക അന്വേഷണ റിപ്പോർട്ട്. അന്വേഷണം മരവിപ്പിച്ചതിലാണ് ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചെന്ന റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അപർണ കേസുണ്ട്. വിവരങ്ങളുമായി അപർണ, എന്തായാലും മെസ്സി വിവാദത്തിൽ ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകളിലടക്കം ഈ GST ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നതാണ് പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചത് അന്വേഷണം മരവിപ്പിച്ചതിനാലാണ് എന്ന കണ്ടെത്തലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ സ്പോൺസർമാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ നികുതി വെട്ടിപ്പ് അന്വേഷിക്കുന്നതിൽ GST ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായിട്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷണം മരവിപ്പിച്ചതിലാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ ആദായ നികുതി അടച്ചിട്ടില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. വിഷയത്തിൽ വിശദമായ അന്വേഷണം എന്ന ശുപാർശയാണ് റിപ്പോർട്ടിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കായിക സ്പെഷ്യൽ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിൽ അടക്കം ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷണം അടക്കം നടത്തണമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഗുരുതരമായ വീഴ്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. അപ്പം മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനെ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യൽ അടക്കം നടത്തണമെന്നും കഴിഞ്ഞ റിപ്പോർട്ടിലൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം തന്നെ നടത്തണമെന്നാണ് ഇപ്പോൾ SIT റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന വാഗ്ദാനത്തിന്റെ മറവിൽ നികുതി വെട്ടിപ്പ് അടക്കം നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം വേണമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് സർക്കാരിനെ അടക്കം നിയമക്കുരുക്കിലാക്കുന്ന തരത്തിലുള്ള കരാറുകളാണ് ഈ മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കരാർ കമ്പനിക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കരാർ നൽകുന്നത് കാര്യം അടക്കം വ്യക്തമാക്കണമെന്നും ഒക്കെ തന്നെ നേരത്തെ തന്നെ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ഇന്ന് ഈ ആദ്യമായി മുഖ്യമന്ത്രിക്ക് ഈ പ്രാഥമികമായി നടത്തിയ ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് എത്തരത്തിലായിരിക്കും ഇനി കേസിന്റെ അന്വേഷണം പുരോഗമിക്കുക എന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകുക. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാക്കും അടുത്ത എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക. കാർത്തു, ശരി. എന്തായാലും മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന പേരിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് അന്വേഷിക്കുന്നതിൽ GST ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച സംഭവിച്ചതായുള്ള പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. അന്വേഷണം ഇത്തരത്തിൽ മരവിപ്പിച്ചതിൽ കൊണ്ടാണ് ഇത്തരത്തിൽ പിഴവ് സംഭവിച്ചതെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്. കുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയുടെ ശൈശവ വിവാഹം നടത്തിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച സ്വകാര്യ ഹർജി തിരുവനന്തപുരം പോക്സോ കോടതി ഇന്ന് പരിഗണിക്കും. സമാന വിഷയത്തിൽ മധ്യപ്രദേശിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവാഹത്തിന് ഒത്താശ ചെയ്ത CPM നേതാക്കൾക്കും പെൺകുട്ടിയെ വിവാഹം ചെയ്ത മുഹമ്മദ് ഫർമാനുമെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് സ്വകാര്യ ഹർജിയിലെ ആവശ്യം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹത്തിന് പ്രേരിപ്പിക്കുകയും വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തെന്ന ആരോപണവും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് 18 വയസ്സ് പൂർത്തിയായിരുന്നുവെന്ന വാദവുമായി വിവിധ രേഖകൾ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മറുവശത്തെ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ലെന്നാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ നിലപാട്. സംഭവത്തിൽ മധ്യപ്രദേശിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. മധ്യപ്രദേശിൽ സമാന വിഷയത്തിൽ കേസ് നിലവിലുണ്ടോ, കേരളത്തിൽ സമർപ്പിച്ച സ്വകാര്യ ഹർജിയിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്നത്തെ കോടതി നടപടികൾ നിർണായകമാകും.